21 ദിവസത്തേക്ക് താൽക്കാലിക വെടിനിർത്തൽ എന്ന പുതിയ നിർദ്ദേശം ഇസ്രായേൽ തള്ളിയിരിക്കുന്നു. ഇസ്രായേൽ പറയുന്നത് ഇത് ഫ്രാൻസിൻ്റെ ഒരു നിർദ്ദേശം മാത്രമായിരുന്നു, തങ്ങൾ ഇത് അംഗീകരിക്കില്ല എന്ന് ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി കാറ്റ്സ് പറഞ്ഞിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ വലിയ രീതിയിലുള്ള വ്യോമാക്രമണം ഇസ്രായേൽ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും വ്യോമാക്രമണം ആരംഭിച്ചത്. ഏതായാലും ഈ 21 ദിവസത്തേക്ക് ഒരു താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാകുമെന്നും അതിനിടയിൽ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നും അമേരിക്കയും ഫ്രാൻസും പറയുന്നതിനിടയിലാണ് പുതിയ നീക്കം. ഈ മന്ത്രി കാറ്റ്സ് പറയുന്നത് ഇതാണ്: ഇസ്രായേലിൽ നിന്ന് പലായനം ചെയ്ത വടക്കൻ ഇസ്രായേലിലുള്ള 60,000 പേരെയും തിരികെ പ്രവേശിപ്പിച്ച് അവർക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതുവരെ ഈ പോരാട്ടം തുടരും. ഒപ്പം തന്നെ ഹിസ്ബുള്ളയെ പൂർണ്ണമായി തീർക്കുന്നത് വരെ തങ്ങൾ മുൻപോട്ട് പോകും. വിജയം വരെ ഞങ്ങൾ ഈ പോരാട്ടം മുൻപോട്ട് കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ അവസാനിക്കാൻ യാതൊരു സാധ്യതയുമില്ല. കടുത്ത നടപടികളിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ തെളിഞ്ഞു കാണുന്നു. അതിനിടയിൽ ഖത്തറായിരുന്നു ഈ ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിൻ്റെ ഇടയിൽ മധ്യസ്ഥ ശ്രമവുമായി നിന്ന പ്രധാനപ്പെട്ട രാജ്യവും. ഖത്തർ പറയുന്നത് തങ്ങൾക്ക് ഈ ഇത്തരം ഒരു നിർദ്ദേശത്തെക്കുറിച്ച്, അതായത് 21 ദിവസത്തെ ഈ താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശത്തെക്കുറിച്ച് യാതൊന്നും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് ഫ്രാൻസ് മുൻപോട്ട് വെച്ച ഒരു നിർദ്ദേശമായി തന്നെ അവശേഷിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ആശ്വാസം നൽകിയ ഒരു വാർത്ത തന്നെ ആയിരുന്നു 21 ദിവസത്തേക്കാണെങ്കിൽ കൂടി താൽക്കാലികമായ ഒരു വെടിനിർത്തൽ, പിന്നീട് ചർച്ചകൾ പുനരാരംഭിക്കുക എന്നുള്ളത്. പക്ഷേ ഏതായാലും ഇസ്രായേൽ തള്ളിയിരിക്കുന്നു. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഹിസ്ബുള്ളയുമായിട്ടുള്ള ഒരു ആക്രമണത്തിൽ ഒരു അല്പം മേൽക്കൈ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ പെട്ടെന്ന് ആ യുദ്ധം നിർത്തിവെച്ചാൽ, ഇല്ലെങ്കിൽ ആ ആക്രമണം നിർത്തിവെച്ചാൽ പിന്നീട് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുക പ്രയാസകരവുമായിരിക്കും. ആ ഒരു സാഹചര്യം കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പോരാട്ടം ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല, തുടരുക തന്നെ ചെയ്യുമെന്ന് പറയുകയും അതിന് തൊട്ടു പിന്നാലെ കനത്ത വ്യോമാക്രമണം തുടരുകയും ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.